പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മാധ്യമ സുഹൃത്തുക്കളെ, ഐതിഹാസികമായ ഒരു വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് ധർമ്മടത്ത് നിന്നും തലസ്ഥാനത്തെത്തിയത്. തിരുവനന്തപുരത്തെത്തിയ ദിവസം തന്നെ നമുക്ക് അദ്ദേഹത്തെ ഒരു മീറ്റ് ദ പ്രസിന് കിട്ടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. വളരെ അഭിമാനമാണ്, വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ മാധ്യമ സമൂഹത്തിന്. ഇതുവരെ ഇല്ലാത്ത വലിയ ഭൂരിപക്ഷമാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാർക്കും സഹപ്രവർത്തകർക്കും ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം തന്നെ 50,123 വോട്ടാണ്. കേരളത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിൽ അച്ഛൻ മക്കളെ ചേർത്ത് നിർത്തുന്നത് പോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ചേർത്ത് നിർത്തിയതാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ എന്ന് ഞങ്ങളെല്ലാവരും കരുതുന്നു. കഴിഞ്ഞ 5 വർഷം വളരെ നല്ല നിലയിൽ ഭരണം നിർവഹിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ റിസൾട്ടിലുണ്ട്. വീണ്ടും തുടർന്നും ഇതുപോലുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ജനഹൃദയത്തിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനൊപ്പം നവകേരള നിർമ്മിതി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രക്രിയ ഉണ്ടാകും. കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹം, കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഈ നവകേരള സൃഷ്ടിക്ക് വേണ്ട എല്ലാ സഹായവും സഹകരണവും ചെയ്യുമെന്ന് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും വേണ്ടി ഞാൻ വാക്ക് തരികയാണ്. ഈ മീറ്റ് ദ പ്രസിനെത്തിയ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മുഴുവൻ മാധ്യമ സമൂഹത്തിനും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇത് ഭയങ്കര സാധനമാണല്ലോ. KUWJ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കാനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ എത്തിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ധർമ്മടത്ത് നിന്ന് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ വലിയ വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷമുള്ള ഒരു മുഖാമുഖം പരിപാടി കൂടിയാണ് ഇത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണിത്. അതുമാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ രാജി സമർപ്പിച്ചിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നേരിൽ കണ്ടാണ് ഈ രാജിക്കത്ത് കൈമാറിയത്. രാജിവെച്ചതോടെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വരെ അദ്ദേഹം പിണറായി വിജയൻ കാവിൽ മുഖ്യമന്ത്രിയായി തുടരും. അപ്പോൾ അതിനുശേഷം ഉള്ള ആദ്യ പ്രസ് മീറ്റാണ് ഇത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് ഈ പരിപാടി നടക്കുന്നത്. അദ്ദേഹം സംസാരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കോവിഡ് സ്ഥിതി ശേഷം രോഗം പുതുതായി ബാധിച്ചവർ 26,011 പേരാണ്. ആകെ പരിശോധന നടന്നത് 96,296 പേരുടേതാണ്. മരണം 45 പേരുടെയുണ്ട്. ആകെ ചികിത്സയിലുള്ളവർ 3,45,887 ഇതിപ്പോൾ 887 3,45,887. ഇത് ഇന്നത്തെ എണ്ണത്തിൽ കുറച്ച് കുറവ് കാണാമെങ്കിലും അതൊരു ആശ്വാസത്തിന് വക നൽകുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അത്രത്തോളം നടന്നിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം അതങ്ങനെയാണെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നാളെ മുതൽക്ക് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്താകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ എങ്ങനെയാണോ സംസ്ഥാനം പ്രവർത്തിച്ചത് അതിൽ നിന്നൊരുപടി കൂടി കടന്നുകൊണ്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക്
നമുക്ക് കടക്കേണ്ടതായിട്ട് വരികയാണ്. ആ രീതിയിൽ മാത്രമേ ഇതിനെ തടുത്തു നിർത്താൻ കഴിയുകയുള്ളൂ. ഏറ്റവും പ്രധാനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒന്ന്, മാസ്ക് കൃത്യമായി ധരിക്കുക, അതോടൊപ്പം ശാരീരിക അകലം പാലിക്കുക. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ സംസ്ഥാനം നടക്കട്ടെ എന്നതാണ് ഇപ്പോൾ നാം സ്വീകരിച്ചിട്ടുള്ള നില. പക്ഷേ ആ ഓരോ സ്ഥലത്തും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുപോകണം. നാട് നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുന്നുണ്ട്. ആ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തി കോവിഡിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആമുഖമായി പറഞ്ഞ കാര്യത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. നവകേരള നിർമ്മിതിക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായവും സഹകരണവും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ഭാവി വികസനത്തിന് നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പം അതിൽ കേരള പത്രപ്രവർത്തകരാകെ അതിന് സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണ്. നമുക്കാകെ ഒന്നായി നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അങ്ങനെ ഒരു പുതിയ കേരളം നാം വിഭാവനം ചെയ്യുന്ന നവകേരളം നമുക്ക് സൃഷ്ടിക്കാം. ഇവിടെ ഈ പ്രസ് മീറ്റ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക്, നിങ്ങളെ മീറ്റ് ദ പ്രസ് പരിപാടി ആയതുകൊണ്ട് ഞാൻ ആമുഖമായി കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അത് മാത്രം ചുരുക്കി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF കനത്ത പരാജയമാണ് ഉണ്ടായത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. പക്ഷേ നാം എല്ലാവരും കണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ, അതായത് കൗണ്ടിങ്ങിൻ്റെ തൊട്ടു മുൻപ് വരെ തങ്ങളിവിടെ നല്ല രീതിയിൽ ജയിക്കാൻ പോവുകയാണ് എന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന UDFനെയാണ് കേരളത്തിൽ കണ്ടിരുന്നത്. അത് തെരഞ്ഞെടുപ്പ് രംഗം കണ്ട ഒരാൾക്കും പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. നാടിൻ്റെ അനുഭവങ്ങൾ അറിയുന്നവർക്കും അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരാത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ചില കച്ചവട കണക്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നാട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ അട്ടിമറിക്കാൻ ഈ കച്ചവട കണക്കിലൂടെ കഴിയുമെന്നാണ് UDF കണക്കാക്കിയത്. അത് നേരത്തെ ചില ഘട്ടങ്ങളിൽ സ്വീകരിച്ചതാണ്. ഇത്തവണ കുറേ കൂടി വ്യാപകമായി ആ തന്ത്രം പയറ്റി എന്നതാണ് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിലും വന്നിടത്തോളം കാര്യങ്ങളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്.
അതിൽ BJP വോട്ടുകൾ നല്ല രീതിയിൽ ഈ കച്ചവടത്തിലൂടെ വാങ്ങാനായി. ഇതാണ് ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമായി മാറിയത്. ഇപ്പോൾ 140 മണ്ഡലങ്ങളാണല്ലോ നമുക്കുള്ളത്. BJP അവകാശപ്പെടുന്നത് അടിവെച്ച് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവരതിന് നല്ല ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ അഖിലേന്ത്യാ നേതാക്കളടക്കം ഇവിടെ വന്ന് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പണവും ചെലവഴിക്കുന്നുണ്ട്. ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേരത്തെ പ്രകടിപ്പിച്ച അവകാശവാദത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് എന്തൊക്കെയായിരുന്നു അവകാശവാദം എന്നുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമമായ രീതിയിൽ എങ്ങനെ വോട്ട് കുറയാനിടയായി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പുതിയ വോട്ടർമാരുണ്ട്. സ്വാഭാവികമായി ആ ഒരു വർധനവ് ഏതൊരു പാർട്ടിക്കും ലഭിക്കേണ്ടതാണ്. എന്തേ അവർക്കത് ലഭിക്കാതെ പോയി? ഇത്രമാത്രം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും തങ്ങൾ ശക്തിപ്പെടുകയാണ് എന്ന് പരസ്യമായി അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? ഇവിടെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ചോർച്ച മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കണക്കുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. എന്നിട്ടും വോട്ടുകൾ കുറഞ്ഞു എന്നത് കാണിക്കുന്നത് പുറമേ കാണുന്നതിനേക്കാൾ വലിയ വോട്ട് കച്ചവടം നടന്നു എന്ന് തന്നെയാണ്. ഇപ്പം ചിലയിടത്തെങ്കിലും BJPയെ ജനങ്ങൾ കൈയൊഴിയുന്നു എന്ന സൂചനയും തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPക്ക് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങൾ കാസർഗോഡ് 2, കണ്ണൂർ 5, വയനാട് 2, കോഴിക്കോട് 9, മലപ്പുറം 9, പാലക്കാട് 5, തൃശ്ശൂർ 6, എറണാകുളം 12, ഇടുക്കി 5, ആലപ്പുഴ 6, കോട്ടയം 9, പത്തനംതിട്ട 5, കൊല്ലം 5, തിരുവനന്തപുരം 10. നേരത്തെ പറഞ്ഞ 90 എത്തുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 30,20,670 വോട്ടാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ അത് 25,92,139 വോട്ടായി കുറഞ്ഞു. അതായത് 4,28,531 വോട്ടിൻ്റെ കുറവ് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതും ജില്ലകളിൽ എങ്ങനെ സംഭവിച്ചു എന്നത് ഇപ്പോൾ കണക്ക് വന്നിട്ടുണ്ടല്ലോ.
2016 2021 കണക്ക് ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിലതുണ്ട്, അതിപ്പോൾ പറയുന്നില്ല, വ്യത്യാസം മാത്രമേ പറയുന്നുള്ളൂ, കുറഞ്ഞതിൻ്റെ കണക്ക്. കണ്ണൂർ 24,747, കോഴിക്കോട് 15,821, വയനാട് 13,895, മലപ്പുറം 23,231, തൃശ്ശൂർ 37,438, എറണാകുളം 74,248, ഇടുക്കി 54,589, കോട്ടയം 86,184, ആലപ്പുഴ 42,355, പത്തനംതിട്ട 12,747, കൊല്ലം 12,488, തിരുവനന്തപുരം 44,453. ഇതാണ് ജില്ലകളിലുണ്ടായ വ്യത്യാസം. UDF-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 78,08,355 വോട്ടാണ്. ഇത്തവണ അത് 82,09,196 വോട്ടായി മാറി. BJP-യുടെ 4,20,761 വോട്ടുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ വ്യത്യാസമുണ്ടായത്. ഇത് വോട്ട് മറിച്ചു എന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ്. ഇങ്ങനെ 10ഓളം സീറ്റുകളിൽ UDF-ന് ഈ വോട്ട് മറിച്ചതിൻ്റെ ഭാഗമായി വിജയിക്കുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതില്ലായിരുന്നുവെങ്കിൽ UDF-ൻ്റെ പതനം ഇതിനേക്കാളും വലുതാകുമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 94,07,682 വോട്ടാണ് LDF-ന് ലഭിച്ചത്. UDF-ന് 81,85,870 വോട്ടും ലഭിച്ചു. BJP-ക്ക് 25,92,139 വോട്ട് ലഭിച്ചു. അതായത് LDF-ന് UDF-നേക്കാൾ 12,21,812 വോട്ട് കൂടുതൽ ലഭിച്ചു. ഇപ്പോൾ 2016 നിയമസഭയിൽ LDF-ന് 43.35% വോട്ടായിരുന്നു. ഈ 21 അത് 45.2 വർദ്ധിച്ചു. UDF-ന് 38.79% ഉണ്ടായിരുന്നത് 39.4%. BJP-ക്ക് 15.01% ഉണ്ടായിരുന്നത് 2021 ആയപ്പോൾ 12.4% കുറഞ്ഞു. അപ്പോൾ BJP വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നുവെന്ന് പൊതുവെ അവകാശപ്പെടുന്നൊരു ഘട്ടം. അപ്പോഴാണ് കേരളത്തിൽ BJP-യുടെ വോട്ടിംഗ് ശതമാനത്തിൽ 2.61% കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി UDF-ന് പോയതാണ് എന്ന് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ലഭിച്ചിരുന്നത് 12.11% അതും നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. BJP-യുമായുള്ള ഇത്തരമൊരു കൂട്ടുകെട്ടിലൂടെ
വിജയം നേടാനാകും എന്ന പ്രതീക്ഷയാണ് UDF ഉണ്ടായത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. എങ്ങനെയായിരുന്നു രണ്ടു കൂട്ടരും ഒരു പ്രചരണ രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നത് എന്ന്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ നമ്മുടെ നാട് മതനിരപേക്ഷതയിൽ അടിയുറച്ച് നിൽക്കുന്നൊരു നാടാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. അങ്ങനെയുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാർ, നാടിൻ്റെ വികസനത്തിൽ താല്പര്യമുള്ളവർ, ഇവിടുത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണം എന്ന് കാണുന്നവർ, അവരെല്ലാം LDFനെ പിന്തുണക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഈ ഒരു കച്ചവട കണക്കിലൂടെ പടുത്തുയർത്തിയ സ്വപ്നം തകർന്നു പോയത്. പക്ഷേ ചില സീറ്റുകളിൽ അവർക്ക് ഈ കച്ചവടത്തിലൂടെ വിജയം നേടാനായിട്ടുണ്ട്. അതിൽ പല മണ്ഡലങ്ങളിലും LDFൻ്റെ ഭൂരിപക്ഷം കുറക്കാനും ഈ കച്ചവട കണക്കിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നതും കണക്കുകൾ വിശദമായി പരിശോധിച്ചാൽ വ്യക്തമാകും. ഇപ്പോൾ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,458 വോട്ടുകൾ കുറവാണ് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ലഭിച്ചത്. അവിടെ UDF വിജയിച്ചത് 11,822 വോട്ടുകൾക്കാണ്. അപ്പോൾ 12,458 വോട്ട് BJPയുടേത് കുറയുന്നു. ഈ കുറവ് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടാണ്. അവരുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ അതിനുശേഷം അവർ നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വോട്ട് അവർക്ക് ഓരോ സ്ഥലത്തും വർദ്ധിക്കണമല്ലോ. ആ കണക്ക് ഇതിൽ വരുന്നില്ല. ഏതായാലും 11,822 വോട്ടിനാണ് UDF അവിടെ വിജയിക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂരിൽ UDF വിജയിച്ചത് 2,889 വോട്ടിനാണ്. BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 4,596 വോട്ടാണ് അവിടെ കുറഞ്ഞത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ അവിടെ മത്സരിച്ചു എന്നുള്ളതുകൊണ്ട് ഇവർ ചെയ്ത കച്ചവടം, അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ UDF ഇപ്പോൾ വിജയിച്ചത് 4,454 വോട്ടുകൾക്കാണ്. പക്ഷേ BJPയുടെ 14,160 വോട്ടുകളാണ് അവിടെ കുറഞ്ഞത്. അത് കൃത്യമാണ്. എന്താണ് സംഭവിച്ചത്? തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ 992 വോട്ടിനാണ് UDF വിജയിച്ചത്. നേരത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ BJPക്കാർ പറഞ്ഞ കാര്യം പരസ്യമായി പറഞ്ഞതായിരുന്നു. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി അവിടെ M സ്വരാജായിരുന്നു. അവിടെ BJPയുടെ വോട്ടുകൾ കുറഞ്ഞത് 6,087 ആണ്. 6,087 വോട്ട് കുറയുന്നു. 992 വോട്ടിന് UDF വിജയിക്കുന്നു. ചാലക്കുടി മണ്ഡലത്തിൽ UDF വിജയിച്ചത് 1,057 വോട്ടിനാണ്. അവിടെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 8,928 വോട്ട് കുറയുകയാണുണ്ടായത്. കോവളം മണ്ഡലത്തിൽ 11,562 വോട്ടുകൾക്കാണ് UDF വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,323 വോട്ടുകൾ BJPക്ക് ഈ മണ്ഡലത്തിൽ കുറവുണ്ട്. കടുത്തുരുത്തി മണ്ഡലത്തിൽ
BJP വോട്ടുകളിൽ 5866 വോട്ടാണ് കുറഞ്ഞത്. ഇവിടെ 4256 വോട്ടിനാണ് UDF വിജയിക്കുന്നത്. പാലാ മണ്ഡലത്തിൽ BJPയുടെ വോട്ടിൽ 13,952 വോട്ടുകളുടെ കുറവാണ് കാണുന്നത്. ഇപ്പോൾ പുതിയ വോട്ടർമാരെ കൂടി ചേർത്താൽ അത് 15,000-ഓളം വരും. അവിടെ UDF വിജയിക്കാനിടയായത് ഇതിൻ്റെ ഭാഗമാണ് എന്ന് കൃത്യമായി കാണാനാവും. അപ്പോൾ 5 വർഷം മുൻപുള്ള വോട്ടുകളുടെ കൂടെ പുതിയ വോട്ടർമാരെ കൂടി ചേർക്കുമ്പോൾ അവർ പറയുന്ന രീതിയിലുള്ള സ്വാഭാവികമായ വർധനവ് കൂടി കണക്കിലെടുത്താൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ടിങ്ങിൽ വന്ന കുറവ് എത്ര എന്ന് വേറെ തന്നെ കണക്കാക്കേണ്ടതായി വരും. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇത്തരത്തിലൊരു കച്ചവടം നടന്നിരുന്നില്ലെങ്കിൽ, BJP വോട്ടുകൾ UDFന് ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പതനത്തിലേക്ക് UDF എത്തുമായിരുന്നു എന്ന് തന്നെയാണ്. എന്നാൽ വലിയ തോതിൽ വോട്ട് മറിച്ചിട്ടും LDF വിജയിച്ച മണ്ഡലങ്ങളും ഏറെ ഉണ്ട് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5887 വോട്ടുകൾ കുറവാണ്. LDF സ്ഥാനാർത്ഥി 2564 വോട്ടിന് അവിടെ വിജയിച്ചു. കുറ്റ്യാടിയിൽ BJPയുടെ വോട്ടിൽ 3188 വോട്ടുകളുടെ കുറവുണ്ടായി. എന്നിട്ടും LDF സ്ഥാനാർത്ഥി 333 വോട്ടിന് അവിടെ വിജയിച്ചു. കൊയിലാണ്ടിയിൽ 4532 വോട്ടാണ് BJPക്ക് കുറഞ്ഞത്. അവിടെ 8472 വോട്ടുകൾക്ക് LDF വിജയിക്കുകയുണ്ടായി. ഇപ്പം നിയമമണ്ഡലത്തിലെ കണക്ക് പഴയ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. 15,925 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണത്തേക്കാൾ BJP കുറഞ്ഞത്. അത്രയും വോട്ടുകളാണ് BJPക്ക് കുറഞ്ഞത്. ഏകദേശം ഇത്രയും വോട്ടുകളാണ് UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി. കൊയിലാണ്ടിയിൽ 4532 വോട്ടാണ് BJPക്ക് കുറഞ്ഞത്. അവിടെ 8472 വോട്ടുകൾക്ക് LDF വിജയിക്കുകയുണ്ടായി. ഇപ്പം നിയമമണ്ഡലത്തിലെ കണക്ക് പഴയ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. 15,925 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണത്തേക്കാൾ BJP കുറഞ്ഞത്. അത്രയും വോട്ടുകളാണ് BJPക്ക് കുറഞ്ഞത്. ഏകദേശം ഇത്രയും വോട്ടുകളാണ് UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി ലഭിച്ചത്. ഇത് കാണിക്കുന്നത് കഴിഞ്ഞ തവണത്തെ BJPയുടെ സീറ്റ് കോൺഗ്രസ് വോട്ടുകളുടെ സഹായത്തോടെ തന്നെ ലഭിച്ചു എന്നത് ഉറപ്പിക്കലാണ്. വാമനപുരത്ത് 8353 വോട്ടുകളുടെ കുറവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെയും മറികടന്നാണ് LDF അവിടെ വിജയിച്ചത്. അപ്പം ഇത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചിട്ടും മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ അകമഴിഞ്ഞ പിന്തുണ, നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരുടെയും ജനക്ഷേമം തുടരണമെന്നവരുടെയുമെല്ലാം പിന്തുണ അത്തരം പല മണ്ഡലങ്ങളിലും LDF വിജയിക്കുന്നതിനിടയാക്കി എന്താണ് കാണാൻ കഴിയുക. അപ്പം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ വോട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് നൽകാൻ തയ്യാറാകുന്നില്ല. അത് LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി മറിച്ചു കൊടുക്കുന്നു. അത് ശരിയായ കച്ചവട രീതിയിലുമാണ് നടക്കുന്നത്. രാഷ്ട്രീയമായൊരു കൂട്ടുകെട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല.
കൃത്യമായ കച്ചവടമാണ്. പല സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ വലിയ തോതിൽ സാമ്പത്തിക താല്പര്യമുള്ള ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവടം ഉറപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത UDF നേതാക്കൾ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു, കണക്കനുസരിച്ച് 2x2 = 4, അപ്പോൾ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് കണക്ക് കൂട്ടി. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ജനങ്ങളുടെ മനസ്സ് ആ കണക്കിനോടൊപ്പമല്ല നിന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തോതിലുള്ള വിജയം സമ്മാനിക്കുന്നതിന് ഇടയാക്കിയത് എന്നുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. CMA, അയ്യപ്പനും സകല ദേവഗണങ്ങളും സർക്കാരിനൊപ്പം ഉണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഒരു സമുദായ നേതാവ് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ അങ്ങനെ പറയുന്നത് ശരിയായിരുന്നു? അങ്ങനെ CMന് ഈ സമയത്ത് പറഞ്ഞൂടെ? അല്ല, അത് വ്യക്തതയല്ലേ. കാരണം നന്നേ കാലത്തെ വോട്ട് ചെയ്ത് ഇവിടെ LDFൻ്റെ തുടർഭരണം പാടില്ല എന്ന് വിരലുയർത്തി പറയുമ്പോൾ നിങ്ങളുടെ വിരൽ പ്രസ് ചെയ്യേണ്ടത് LDFനെതിരായിട്ടാണ് എന്ന സന്ദേശം തങ്ങളുടെ അണികൾക്ക് കൊടുക്കലാണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷേ ജനങ്ങൾ അവരുടെ കൂടി അനുഭവത്തെ, പ്രത്യേകിച്ച് ജീവിതാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും ഒരേപോലെയുള്ള വികാരമാണ് പ്രകടമായിട്ടുള്ളത്. LDFനെ അനുകൂലിക്കുന്ന നിലയാണ് എല്ലാ ജനവിഭാഗങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ അട്ടിമറിക്കാൻ അത്തരമൊരു പരാമർശം കൊണ്ട് മാത്രം കഴിയുമായിരുന്നില്ല. അതാണ് നാം കാണേണ്ടത്. ഇത്തരമൊരു വോട്ട് കച്ചവട ധാരണ, അങ്ങ് പറഞ്ഞ കച്ചവടമാണെങ്കിൽ ഇത് പ്രാദേശികമായി നടന്നതല്ല. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുണ്ട്. അപ്പോൾ പ്രാദേശിക നേതൃത്വം ഇത് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് അറിഞ്ഞെടുത്തൊരു തീരുമാനമാകില്ലേ? അതുമല്ല, ഇന്ന് കോൺഗ്രസിന്റെ മുഖപത്രം എഴുതിയിരിക്കുന്നത് തുടർഭരണം താമരത്തണലിലെന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും തെറ്റായി അവതരിപ്പിക്കാൻ അവർക്ക്. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഇത് വ്യാപകമായി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഒരു പരസ്പര ധാരണയുടെ ഭാഗമായി മാത്രം നടന്നതായിരിക്കില്ല. ഉറപ്പാണ് അവിടെ അത്തരം കാര്യങ്ങൾ നേതൃതലത്തിൽ തന്നെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകും. അതാണിത് വ്യക്തമാക്കുന്നത്. 90 മണ്ഡലങ്ങളിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കണമെങ്കിൽ അത് നേതൃതലത്തിൽ തന്നെ ധാരണ ഉണ്ടായി എന്ന് വ്യക്തമാണ്. CMI LDFന്റെ ഉണ്ടായിരിക്കുന്ന അത്യുജ്വല വിജയം ശരിക്ക് ഇന്നലെയും ഇന്നൊക്കെ കേരളത്തിൽ നന്നായിട്ട് ആഘോഷിക്കേണ്ടതാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു മഹാമാരിയുടെ ഘട്ടത്തിൽ സർക്കാരിൻ്റെയും അങ്ങയുടെയൊക്കെ അഭിപ്രായവും അഭ്യർത്ഥന മാനിച്ച് അവർ വീട്ടിലിരുന്നും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഐക്യദാർഢ്യം കൂടിയല്ലേ ഇത്? തീർച്ചയായും ഇത് ഇന്നത്തെ മഹാമാരിയെ നാം നേരിടുമ്പോൾ ആ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് നല്ല രീതിയിൽ സ്വീകരിക്കാൻ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഭ്യർത്ഥിച്ചു. എല്ലാവരും ഈ പറയുന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി തീരുമാനിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ അല്ലല്ലോ, കുറേ ദിവസങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ആകെ ഫലമാണല്ലോ വരുന്നത്. ആ ആകെ ഫലം വരുമ്പോൾ പ്രവർത്തകർ, അണികൾ എല്ലാം വലിയ തോതിൽ ആവേശഭരിതരായി രംഗത്ത് വരും. എന്നാൽ എല്ലാവരും നല്ല സംയമനം പാലിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്ന നിലയുണ്ടായി. എല്ലാവരും വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന നിലയുണ്ടായി. ഇത് അങ്ങേയറ്റം മാതൃകാപരമായൊരു കാര്യമാണ്. നമ്മുടെ നാടിന് അഭിമാനിക്കാൻ കഴിയുന്നൊരു വകയാണ്.
നമ്മൾ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളിൽ വല്ലാതെ ആവേശം കാണിക്കുന്നവരാണ് എന്ന് നമ്മുടെ സമൂഹം അങ്ങനത്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് നാടിൻ്റെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ഈ എക്സിറ്റ് പോളും പ്രീ പോളും ഒക്കെ പോസ്റ്റ് പോളൊക്കെ വന്നപ്പം അങ്ങ് ചിരിച്ചു, എത്രയാണ് നമ്പർ എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ ഒന്ന് രണ്ട് സ്ഥലത്ത് വോട്ടെടുപ്പിന് മുമ്പ് ചോദിച്ചപ്പോൾ അതുക്കും മേലെയായിരിക്കും നമ്പർ എന്ന് പറഞ്ഞു. അത്തരം ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അതുക്കും മേലെ എത്തിയിരിക്കുകയാണ് 2016 അതിനെന്തായിരുന്നു ഒരു കാരണം? നേരത്തെ ഇങ്ങനൊരു കോൺഫിഡൻസിനൊരു കാരണം ഈ ക്ഷേമ പ്രവർത്തനം തന്നെയായിരുന്നു. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം ജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിലൂടെ തന്നെയാണ് വിധി രേഖപ്പെടുത്തുന്ന അവസ്ഥ വരിക എന്ന ഉറച്ച ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാളും കൂടുതൽ സീറ്റുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പല ഘട്ടത്തിലും ആ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ചത്. CM ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വോട്ട് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത നേതാക്കൾ തന്നെ പല സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ചില സാമ്പത്തിക ഇടപാടുകളുടെ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു അധാർമിക വോട്ട് കച്ചവടം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു അന്വേഷണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഇതിൽ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമല്ല. അത് സംസ്ഥാന സർക്കാർ അന്വേഷിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വേറെ നമുക്ക് നോക്കാം. ഈ കാര്യത്തിൽ ഗൗരവമായി അന്വേഷിക്കേണ്ടത് BJP എന്ന പാർട്ടി തന്നെയാണ്. കാരണം BJP എന്ന പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവരുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരുപാട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അവരുടെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളും എല്ലാം വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ നടത്തുകയാണ്. ഓരോ മണ്ഡലത്തിലും പോയി പ്രചരണം നടത്തുകയാണ്. ഇപ്പോൾ ആ മണ്ഡലങ്ങളുടെ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. ആ മണ്ഡലത്തിൽ തന്നെ വോട്ട് കുറയുന്നു എന്ന് വരുമ്പോൾ അത് BJP എന്ന പാർട്ടിയുടെ സംഘടനാ ശേഷിയെ തന്നെ ബാധിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ അവർ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നെറികേടുകൾ നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെതിരെ ഒരു നിലപാട് അവർ സ്വീകരിച്ചു എന്നാണ് കേട്ടിരുന്നത്. ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫലത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ അവർ സന്നദ്ധമാവുകയാണ് വേണ്ടത്. അവരതിൻ്റെ ഭാഗമായി പാർട്ടിയെ പാർട്ടിയാക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കണം. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളെ കാണിച്ച് ചിലർ കാശ് വാങ്ങുന്ന ഒരു ഏർപ്പാടിലേക്ക് അധപ്പതിക്കുന്ന നില ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതുമല്ല. CM എല്ലാ തെരഞ്ഞെടുപ്പിലും UDF പിന്നോക്കം പോയാലും മുസ്ലിം ലീഗ് മോശമല്ലാത്ത രീതിയിൽ വിജയിച്ചു വരുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയ 18 സീറ്റ് 14 കുറഞ്ഞു. വേങ്ങര മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1 ലക്ഷത്തിലേറെ വോട്ട് സമദാനിക്ക് കുറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങൾ കൂടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ കൈയൊഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യമല്ല ഇപ്പം നിലവിലുള്ളത്. എന്താണ് സംശയം? നമ്മുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷ ചിന്താഗതിക്കാർ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നാടിൻ്റെ വികസന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് മുടക്കം കൂടാതെ തുടരണം എന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളവരാണ് ഇവിടുത്തെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാം. ഏത് മതത്തിൽപ്പെട്ടയാളായാലും ഒരു മതത്തിലില്ലാത്തയാളായാലും ഇക്കാര്യത്തിലെല്ലാം അവരൊരേ ചിന്താഗതിക്കാരാണ്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലിയ തോതിൽ സഹായിക്കുന്ന പിന്താങ്ങുന്ന നില ഈ എല്ലാ വിഭാഗവും സ്വീകരിച്ചു എന്നുള്ളതാണ് വസ്തുത. CM ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും അവസാന ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഒട്ടേറെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. CM നേരത്തെ താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പല ആരോപണങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, അടുത്ത ഒരു ഭരണം കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി ഈ ആരോപണങ്ങൾ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ആഴക്കടൽ മത്സ്യബന്ധന വിവാദമടക്കം ഈ വോട്ടെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ ഒരു വശത്ത് പിടിമുറുക്കുന്ന സാഹചര്യം, അങ്ങനെ ഒട്ടേറെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം CM നേരിടേണ്ടി വന്നിരുന്നല്ലോ. അപ്പോഴും ഈ ആത്മവിശ്വാസത്തിന്
ഏതെങ്കിലും തരത്തിൽ ഉലച്ചിൽ തട്ടിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം പോലെയുള്ളവ അത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും ഭരണത്തിൽ വന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഇതെല്ലാം വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. എല്ലാറ്റിലും ഇപ്പം വളരെ വിശദമായ മറുപടിയിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ കാണേണ്ടത് ഇവിടെ LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ, LDFനെ അപകീർത്തിപ്പെടുത്താൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയമായി യോജിച്ച നില തന്നെ BJPയും UDFും സ്വീകരിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയും. അതൊരു പ്രതിപക്ഷ യോജിപ്പിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ ചിലപ്പോൾ അന്നേരം സംശയിച്ചിരുന്നു. കാരണം രണ്ടു കൂട്ടർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ഒരാൾ രാവിലെ പറഞ്ഞാൽ അത് തന്നെ ഉച്ചയ്ക്ക് ശേഷം മറ്റൊരാൾ പറയുന്നു, അത് ആവർത്തിക്കുന്നു. ഇതാണ് ഇവിടെ കണ്ടിരുന്നത്. എന്നാൽ UDF നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അതിനെ അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന നില വന്നു. അപ്പോൾ അതിൽ BJPയുടെ ഇടപെടലുണ്ടായി എന്നും ആ ഘട്ടത്തിൽ നല്ല നിലക്ക് വാർത്തകൾ വന്നതാണ്. ഇതിലൂടെ LDFനെ വല്ലാതെ ദുർബലപ്പെടുത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നവർ. പക്ഷേ LDFനെ അങ്ങനെയൊന്നും അപകീർത്തിപ്പെടുത്താനാകില്ല. കാരണം ജനങ്ങൾ ആണല്ലോ ഈ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കേണ്ടത്. ജനങ്ങളിലാണല്ലോ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കുന്നത്. ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടി നേരത്തെ പാർലമെൻറ്റിൽ നടപടികളെടുത്തപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് ഇടതുപക്ഷമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് കോൺഗ്രസ് ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. പിന്നീട് ഐക്യമുന്നണി ഗവൺമെൻറ് വന്നപ്പോഴാണ് അതിൽ മാറ്റം വരുന്നത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികൾക്ക് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷം എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതാണിവിടെ സംസ്ഥാന സർക്കാരും സ്വീകരിച്ച നില. സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിലും അത് വ്യക്തമാണ്. അപ്പോൾ ബോധപൂർവം നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടന്ന ശ്രമം അത് ചെറിയ ശ്രമമായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് കെൽപ്പില്ലാത്തവരാണല്ലോ ഒരുങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ അത് വ്യക്തമായി വരുന്നുണ്ടല്ലോ. ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നല്ലോ അത്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും കെൽപ്പില്ലാതെ പുറപ്പെട്ടത് എന്ത് വകയാണ്? അപ്പോൾ ഒരു ഗൗരവമായ ഗൂഢാലോചന അതിൽ നടന്നുവെന്ന് വ്യക്തമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണത്തിലായതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. അന്വേഷണത്തിലൂടെ വ്യക്തമാവട്ടെ. നേരത്തെയും അതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. നാട്ടുകാരെങ്ങനെയാണ് അതിനെ എടുത്തത്? ഇതൊക്കെ ശുദ്ധ ബോഷ്കായ കാര്യമാണ് എന്ന തരത്തിൽ തന്നെയാണ്. അതാണ് നാം കാണേണ്ടത്. CMA, ഈ വോട്ട് കച്ചവടത്തിൻ്റെ കാര്യം അങ്ങിപ്പോൾ പറഞ്ഞല്ലോ. ഞാനൊരു 3-4 മണ്ഡലങ്ങളുടെ കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് കുണ്ടറ, 4454 വോട്ടിൻ്റെ ജയമാണ്. അവിടെ 14,000-ലേറെ വോട്ട് BJPക്ക് കുറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ അവിടെ 40,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ വിജയിച്ചത്. അപ്പോൾ അതിലേറെ വോട്ടുകളാണ് നഷ്ടമായിരിക്കുന്നത്. മറ്റു ചില മണ്ഡലങ്ങൾ ആലപ്പുഴ, അമ്പലപ്പുഴ, അതുപോലെ തന്നെ കൊട്ടാരക്കര, ഈ മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വോട്ട് കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്കിൾ പറഞ്ഞ ഈ കണക്കിൽ കണ്ടതുമില്ല. എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചത്? ആലപ്പുഴയും അമ്പലപ്പുഴയും കൊട്ടാരക്കരയും ഒക്കെ ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായത് എന്താണ്? കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവിശുദ്ധമായൊരു നീക്കം അവിടെ നടന്നു. അതിൻ്റെ ഭാഗമായി UDF വോട്ട് വാങ്ങുന്ന നിലയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങളും സമർത്ഥിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. CM അങ്ങ് ഉച്ചയ്ക്ക് രാജിവെച്ചു. ഇന്നത്തേക്ക് സത്യപ്രതിജ്ഞ ഉണ്ടാകും. അങ്ങയുടെ ആദ്യ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വളരെ ആഘോഷപൂർവ്വം നടന്നതാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും സത്യപ്രതിജ്ഞ? എല്ലാ ആഘോഷങ്ങളും നടക്കാതിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ സത്യപ്രതിജ്ഞയുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സാവകാശം ആലോചിക്കാം. ഇപ്പം അതിന് LDFൻ്റെ യോഗം നടക്കേണ്ടതായിട്ടുണ്ട്. LDFുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കണം. അതിനുശേഷമാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ നാം പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത് ഈ ദിവസങ്ങൾ വല്ലാതെ വർദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് കോവിഡ് വ്യാപനം വരാതിരിക്കുക എന്നുള്ളതാണ്. അതിലാണ് നമ്മളിപ്പോൾ ഊന്നി നിൽക്കുന്നത്. അതിലെല്ലാ ശ്രദ്ധയും നൽകുക. അതിൻ്റെ കൂടെ മറ്റേ കാര്യവും നമുക്ക് ആലോചിക്കാം. CM, ഇപ്പോൾ എല്ലാവരും ഈ പുതിയ മന്ത്രിസഭയുടെ കാര്യമൊക്കെയാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന മന്ത്രിസഭയിലുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടാകുമോ അതോ എല്ലാം പുതുമുഖങ്ങളായിരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് സൂചന ഉണ്ടോ?
സി എമ്മിന്റെ മനസ്സിൽ എന്താണുള്ളതെന്നാണ്. അതൊക്കെ ഈ നമുക്കറിയാലോ, നമ്മുടെ മന്ത്രിസഭാ രൂപീകരണം എന്ന് പറയുന്നത് അത് വിവിധ പാർട്ടികൾ കൂടി ആലോചിച്ച് വരുന്നൊരു നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ ചിത്രം വ്യക്തമാവൂ. ഇപ്പം നിങ്ങൾക്കുള്ള അവസരമാണ്. CM ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം, നമ്മൾ വാക്സിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നല്ലോ. എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാവുകയോ മറുപടി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? വാക്സിൻ ഒരു ചെറിയ ഭാഗം ഇപ്പോൾ അനുവദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ആവശ്യവുമായി തട്ടിച്ചു നോക്കിയാൽ തീരെ അപര്യാപ്തമാണ്. അപ്പോൾ കൂടുതൽ വാക്സിൻ ലഭ്യമാകാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോട്ട് കച്ചവടം 90 മണ്ഡലങ്ങളിൽ നടന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ആസൂത്രിതമായ ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയും ഈ തെരഞ്ഞെടുപ്പ് ദിവസം സർക്കാരിനെതിരായി ഉള്ള പ്രസ്താവനയും ഇത് എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് ദിവസമുള്ള പ്രസ്താവന എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. സർക്കാരിന് എതിരായ ജനവികാരം അല്ല, അത് സർക്കാരിനെതിരെ പറയാന്നുള്ളത് പ്രതിപക്ഷങ്ങൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ടൊരു പ്രത്യേക രീതിയിലൊന്നും ജനങ്ങൾ അതിനെ എടുക്കില്ല. എന്നാൽ വോട്ട് കച്ചവടം മറ്റൊരു കാര്യമാണ്. അത് രാഷ്ട്രീയത്തിൽ പാടില്ലാത്തൊരു നിലപാടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താ, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു, ആ പാർട്ടിക്കാർ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട, മറ്റൊരാൾക്ക് ചെയ്തോളൂ. ഇതാണല്ലോ കച്ചവടത്തിലൂടെ വരുന്നത്. അത് സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. CM നേരത്തെ പറഞ്ഞു ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരോപണങ്ങൾ എല്ലാം സർക്കാർ അംഗീകരിച്ചു, സർക്കാർ അത് തിരുത്തി എന്നാണ് പറയുന്നത്. ഇനിയും അതേ നിലപാട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് CM എന്താണ് പറയുന്നത്? സർക്കാർ ആരോപണങ്ങളിൽ അംഗീകരിച്ചിരുന്നോ നേരത്തെ? അതെ, അദ്ദേഹം പറയുന്നതിനൊക്കെ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില വെച്ചാണ്. അത് ആ മാനസിക നിലയുടെ ഭാഗമായി പറയുന്ന കാര്യങ്ങളിൽ സാധാരണ നിലക്ക് മറുപടി പറഞ്ഞു പോകാൻ വിഷമമുണ്ടാകും. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം തന്നെ മാറ്റി പറയുന്നത്. അപ്പോൾ ആരെങ്കിലും അംഗീകരിക്കലല്ല, അദ്ദേഹം തന്നെ പിന്നീട് തെറ്റാണെന്ന് കാണുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട ആരോപണത്തിനെ കുറിച്ചാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP ഉന്നയിക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് BJP കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വോട്ട് മറിച്ചു എന്നൊരു വിലയിരുത്തൽ വരുന്നു? ആ UDF ആരോപിക്കുന്നത് പോലെ LDF വിജയിക്കാൻ കാരണം BJPയുടെ വോട്ട് തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നിലപാടെടുക്കുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP അത് മാറ്റി വോട്ട് മറിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണോ? വിശ്വസിക്കാൻ ചിലർക്ക് പ്രയാസം ഉണ്ടാവും. കാരണം BJPയിൽ നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് എൻ്റെ പാർട്ടി അങ്ങനെ വോട്ട് മറിച്ച് കൊടുക്കുമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നാടിനുള്ള അനുഭവമാണ്. കാരണം ഒരു മണ്ഡലത്തിൽ വോട്ട് കൃത്യമായി മറിച്ച് കൊടുത്തിരിക്കുന്നു. അത്രയും വോട്ട് കൃത്യമായി UDFന് ലഭിക്കുന്നു. ആ വോട്ട് ലഭിക്കുന്നതിലൂടെ അവർക്ക് ജയിച്ചു വരാനുള്ള അവസരവും ഉണ്ടാകുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ആ സാധാരണഗതിയിൽ BJPയുടെ വിശ്വാസികൾക്ക്, BJPയിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യം നടന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. CM ഈ പുതിയ സർക്കാർ എന്തായാലും ഉടനെ അധികാരത്തിൽ വരികയാണ്. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്തിലായിരിക്കും? റീബിൽഡ് കേരളം ഒരു പകുതിയിലെത്തി നിൽക്കുകയാണ്. ഇതിന് മുൻഗണന നൽകിയായിരിക്കും ആദ്യ സമയങ്ങളിൽ പ്രവർത്തിക്കുക. അല്ല, ഒരു കാര്യത്തിൽ പൂർണ്ണ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോവിഡ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോവിഡിനെ നമ്മളെല്ലാവരും കൂടി പ്രതിരോധിക്കേണ്ടതാണ്. എല്ലാവരും കൂടി അതിന് നല്ല രീതിയിലുള്ള സഹകരണം ഉറപ്പുവരുത്തേണ്ടതാണ്. അതേസമയം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ഒരു വിട്ടുവീഴ്ചയും സർക്കാർ നേരത്തെ കാണിച്ചിട്ടില്ല, അതിനിയും കാണിക്കില്ല. അടുത്ത സർക്കാർ എന്താണ് പ്രധാനമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഊന്നിക്കൊണ്ടുള്ള നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നത് നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനുതകുന്ന വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ഉറപ്പാണ് LDFൻ്റെ പ്രകടന പത്രിക നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് LDF ഗവൺമെൻറ് മുൻഗണന കൊടുക്കുക. ഈ
ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ നമ്മൾ പലതരത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണം ഒക്കെ ഉണ്ടായിരുന്നു. അതിനി ഈ പുതിയ സർക്കാരിൻ്റെ കാലത്ത് ഏത് രീതിയിലായിരിക്കും? അത് തുടരുക തന്നെയാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അല്ല, അതൊക്കെ എന്താ വിഷമം? ഇത് സാധാരണഗതിയിൽ നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ, പുതിയ തീരുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് വരെ അത് പ്രാവർത്തികമാക്കാൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി അനുമതി കൊടുക്കേണ്ടവരുടെ അനുമതി ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായ തീരുമാനം നടപ്പാവുമല്ലോ. അതിലെന്താ പ്രശ്നം? CM ഈ നിർമ്മാണ ഉൽപ്പാദന മേഖലകൾ കോവിഡ് പശ്ചാത്തലത്തിൽ സജീവമാകണം എന്ന് CM സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത? എങ്ങനെ? ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രത്തോളമാണ്? സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ മോശമായ അവസ്ഥയിലല്ല, നല്ല നിലയിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ കോവിഡ് ഇങ്ങനെ വ്യാപിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളാകെ സ്തംഭിക്കുകയും ചെയ്താൽ അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. CM ഈ 9-ാം തീയതി വരാണല്ലോ, ഇപ്പോൾ നാളെ മുതൽ 9 വരെയാണല്ലോ ഇപ്പം കർശന നിയന്ത്രണം ഉള്ളത്. ശനി ഞായറിന് സമാനമായ രീതിയിൽ അതിനുശേഷം എന്തെങ്കിലും നിയന്ത്രണത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്രാഥമിക ആലോചന നടക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ സാധാരണ ശനി ഞായറാണല്ലോ വീക്കെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടപ്പാക്കിയിരുന്നത്. ഇതിപ്പോൾ 4-ാം തീയതി തൊട്ട് 9 വരെ എന്നത് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനിടയായത് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം വർദ്ധിക്കുന്നോ കുറയുന്നോ അതിനെ ആശ്രയിച്ചാണ് പുതിയ തീരുമാനം വരിക. അതിനിയും ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്നുള്ളത്. CM ഈ കോവിഡിന്റെ സമയമുണ്ട്, നയപരമായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലോ. അതുകൊണ്ട് സത്യപ്രതിജ്ഞ അധികം വൈകില്ല എന്ന് പ്രതീക്ഷിക്കാവോ? ഒറ്റ ഘട്ടമായിട്ടായിരിക്കും അത് 2 ഘട്ടമായിട്ട് കാണാം? അത് ഇവിടുത്തെ ഒരു ശീലം സാധാരണ ഒറ്റഘട്ടം തന്നെയാണ്. ഇനി എങ്ങനെയാ വരിക എന്ന് നമുക്ക് നോക്കാം. LDFന്റെ തീയതി ആയിട്ടില്ല, അത് ആലോചിക്കുന്നുണ്ട് ഏതാ തീയതി എന്നുള്ളത്. ഈ CPM-നും CPI-ക്കും കൂടെ കുറേ അധികം സീറ്റുണ്ട്, 67, 68, 17 അപ്പം ഈ എല്ലാ ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാവുമോ മന്ത്രിസഭയിൽ? അതൊക്കെ LDF ആലോചിക്കേണ്ട വിഷയമാണ്, അത് ഞാൻ ഒറ്റക്ക് പറയേണ്ട കാര്യമല്ല. എല്ലാവർക്കും കൊടുക്കണമെന്നാണോ താങ്കളുടെ ഒരു ആഗ്രഹം? അതങ്ങനെ പറയേണ്ടതല്ല കാര്യം. അത് LDF ആലോചിക്കട്ടെ, ആലോചനയുടെ ഭാഗമായിട്ടൊരു തീരുമാനം വരും, അപ്പോൾ നിങ്ങളോട് പറയാം. മന്ത്രിസഭയിൽ ഏതായാലും പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ, അതിലെന്താ സംശയം? അല്ല, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അത് തീരുമാനം വന്നാലേ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണല്ലോ ഇപ്പോൾ. അത് സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അത് പൊതു ആലോചന നടക്കട്ടെ, ആലോചനയുടെ ഭാഗമായി തീരുമാനം വരട്ടെ, ആ തീരുമാനത്തിന് ശേഷം അറിയിക്കാം നിങ്ങൾ എന്താണെന്നുള്ളത്. ഈ പുതിയ പാർട്ടിയൊക്കെ ജോസ് കെ മാണിയുടെ പാർട്ടിയൊക്കെ വന്നപ്പോൾ നമ്മൾ CPM-ഉം CPI-യും സീറ്റ് കുറച്ചിട്ടാണ് അവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം ഈ മന്ത്രിസ്ഥാനത്തിലും അങ്ങനെ CPM-നും CPI-ക്കും കുറവുണ്ടാവുമോ? അതൊക്കെ നമുക്ക് കണ്ട് അറിയേണ്ട കാര്യമല്ലേ, ഇപ്പോഴേ നമ്മളിതിനെ ഊഹിക്കാൻ പുറപ്പെടുന്നു. നോക്കാം നമുക്ക് എന്താണെന്ന്. കിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സ്ഥിതി എന്നുള്ളത്. അത് ആലോചിച്ച് തീരുമാനിക്കും എന്താണെന്നുള്ളത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ എത്ര സ്ഥാനത്തായിരുന്നു? അതെ, കഴിഞ്ഞ തവണ എത്ര സ്ഥാനത്തായിരുന്നു? അതെ, മാറാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, മാറാൻ കഴിഞ്ഞില്ല. അത് വസ്തുതയാണ്. മാറാൻ ശ്രമിച്ചു, മാറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. മുഖ്യമന്ത്രി ഈ CM ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് CM-നോട് ചോദിച്ചിരുന്നു മുഖ്യമന്ത്രി ആരാകുമെന്ന്. അന്ന് പറഞ്ഞത് അതൊക്കെ പിന്നീട് ആലോചിക്കാം എന്നായിരുന്നു. ഇപ്പോൾ ആലോചനയും തീരുമാനവും ആയിട്ടില്ല. ആ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി. പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ സെക്രട്ടറി B. അഭിജിത്ത് നന്ദി പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇന്നലത്തെ വലിയ വിജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പ്രസ് മീറ്റാണ് ഇന്ന് കണ്ടത്. അദ്ദേഹം ഗൗരവതരമായ ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് 10ഓളം മണ്ഡലങ്ങളിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് വോട്ട് കച്ചവടം നടന്നു എന്നതാണ്. BJPക്ക് ഉണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ചോർച്ചയാണ്. ഈ 10 മണ്ഡലങ്ങളിൽ ജയിച്ചത് BJP വോട്ട് കൊണ്ടാണ് UDF. മറ്റു പലയിടത്തും 90 ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ധാരണ നടന്നു എന്നത് കണക്കുകൾ സഹിതം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു.